ഗംഗയുടെ തീരങ്ങളിൽ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് സവിശേഷമായ ഒരു പുണ്യസങ്കേതത്തിലാണ്. കേരള സൃഷ്ടാവായ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ 5ാമതെന്ന് പറയപ്പെടുന്ന കോട്ടുകുന്നം ശ്രീ മഹാദേവക്ഷേത്രം വെറുമൊരു ക്ഷേത്രം മാത്രമല്ല, ഇത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകം കൂടിയാണ്. യന്ത്രസാമഗ്രികൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മലമുകളിലെ കല്ലുകൾ സ്വന്തം കൈകളാൽ ഭക്തർ ചുമന്നെത്തിച്ച് പണിതുയർത്തിയതാണ് ഈ വിസ്മയം. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് നിന്നും 4 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ള കോട്ടുകുന്നം എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ഒരു കോട്ടുകുന്നം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ ക്ഷേത്രത്തിലെ അന്തരീക്ഷത്തിലേക്കും ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മളോടൊപ്പം കൂടെയുള്ളത് ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അംഗത്തിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ, പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ 5ാമതെന്നറിയപ്പെടുന്ന കോട്ടുകുന്നം ശ്രീ മഹാദേവ ക്ഷേത്രം, ഇവിടുത്തെ ഐതിഹ്യത്തെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായി ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് AD 1820 ഇവിടുത്തെ പ്രതിഷ്ഠ പരശുരാമൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷ്ഠ നടന്നെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് പഴയ കല്ലിൽ ഉള്ള ക്ഷേത്രം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുതിയ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതെ, പണ്ടത്തെ ഭക്തർ മലമുകളിൽ നിന്നും സ്വന്തം കൈകളാൽ ഈ കല്ല് ചുമന്നെത്തിച്ച് പണിത് ഉയർത്തിയതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കോട്ടുകുന്നം എന്നാണ്. കോട്ടുകുന്നം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തല്ല, കോട്ട പോലെ ഒരു മല ഉണ്ട്. അതാണ് നമ്മുടെ കോട്ടുകുന്നം എന്ന പേരിന് തന്നെ ഒരു കാരണമായിട്ട് വരാൻ തരുന്നത്. അവിടെ നിന്ന് തന്നെ ഉള്ള പാറയും മറ്റും ഉപയോഗിച്ച് ഈ ഇപ്പോൾ കാണുന്ന ഈ കോൺക്രീറ്റ് അല്ല, മുന്നേ ഉണ്ടായിരുന്ന പഴയ ക്ഷേത്രം എന്ന് പറയുമ്പോൾ മുഴുവനും പാറ തന്നെയായിരുന്നുള്ളൂ. ആ പാറകളാണ് നമ്മളിവിടെ ഇതിൻ്റെ ഫ്ലോറിലെല്ലാം ഇപ്പോൾ നിരത്തി പാവി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ പാറകളൊന്നും തന്നെ നമ്മൾ നശിപ്പിച്ചിട്ടില്ല, ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന പാറ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള പുതിയ സാഹചര്യങ്ങളും പുതിയ തിരക്കും ഇതുകൊണ്ട് പുതിയതായി വന്ന ബിൽഡിങ്ങുകളാണ് ഈ കാണുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ബാക്കിയെല്ലാം പാറ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ അടുത്തുള്ള ഈ മലയിൽ നിന്ന് തന്നെയാണ് ശേഖരിച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് നമ്മുടെ പഴമക്കാരെല്ലാം പറഞ്ഞ് അറിയുന്നുള്ളത്. ഇവിടുത്തെ നമ്മുടെ പ്രതിഷ്ഠയുടെ ഭാവം എന്താണ്? ഇവിടെ ശിവലിംഗമാണുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൈകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജലധാരയും മറ്റും നടത്തുമ്പോൾ ബാക്കി ക്ഷേത്രങ്ങളിലെ പോലെ കൈകൊണ്ട് അതിനെ ഒഴിച്ച് ഈഞ്ച ഉപയോഗിച്ച് മാത്രമേ ഒഴിച്ച് കഴിയാൻ പറ്റുള്ളൂ ഇവിടുത്തെ തന്ത്രിമാരും അതുപോലെ തന്നെ തിരുവേനി പോറ്റിയൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അത് പരിക്കൻ പ്രതലം പോലെയാണ്. അത് നമുക്ക് ദൂരം നിന്ന് ദർശിക്കുന്നത് നമുക്ക് അത്ര ഇതാകാൻ പറ്റില്ല. നമ്മുടെ പോറ്റിയെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടുകളും ദിവസങ്ങളും ഏതൊക്കെയാണെന്ന് പറയും? പ്രധാനമായും തിങ്കളാഴ്ച വ്രതം ഒരുപാട് പെൺകുട്ടികൾ തിങ്കളാഴ്ച വ്രതം നോറ്റ് പല കാര്യസിദ്ധിക്ക് വേണ്ടി. തിങ്കളാഴ്ച വ്രതം എന്തിനാ നോക്കുന്നത്? തിങ്കളാഴ്ച വ്രതം കൂടുതലും ചെയ്യുന്നത് പെൺകുട്ടികളാണ്. അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കുന്നതിനും അവർക്ക് നല്ല ജീവിതം കിട്ടുന്നതിനും വേണ്ടിയൊക്കെയാണ്. അതിനുവേണ്ടി അവർ 7, 10, 15 അങ്ങനെയുള്ള ദിവസങ്ങൾ അനുസരിച്ച് ഓരോ തിങ്കളാഴ്ചയും വ്രതം നോക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് തിരുവാതിര നാളിലുള്ള മൃത്യുഞ്ജയ ഹോമം, അതുപോലെ നാഗരൂട്ട്, ജലധാര, ഇമാതിരി ഉള്ള ശിവക്ഷേത്രങ്ങൾ നടത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട വഴിപാടുകളും ഇവിടെ വളരെ ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട്. വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ മെയിനായിട്ടുള്ള തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ചയാണ്. അതായത് മഹാദേവ ക്ഷേത്രങ്ങളിൽ കൂടുതലും തിങ്കളാഴ്ച വ്രതവുമായി ബന്ധപ്പെട്ടുള്ള, പിന്നെ 1-ാം തീയതികൾ അങ്ങനെയുള്ള ദിവസങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ശിവരാത്രി ഉത്സവമാണ്. ഉത്സവം ഇപ്പോൾ തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ പടഹാതി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കൊടിയേറ്റിന് പടഹാതി എന്ന രീതിക്കാണ് പറയുന്നത്. അത് ഇന്ന് ഇവിടെ നടന്ന് ഇന്ന് തൊട്ട് ഉത്സവം ആരംഭിക്കുകയാണ്. പിന്നെ ഇന്നും നാളെയും മറ്റന്നാളാണ് ശിവരാത്രി ദിവസമാണ്. ശിവരാത്രി ദിവസം ക്ഷേത്രം അടയ്ക്കാറില്ല. മുഴുവൻ സമയവും ജലധാരയും മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ ശിവരാത്രി സദ്യ 2002 മുതൽ നമ്മൾ ആരംഭിച്ച ശിവരാത്രി സദ്യ വളരെ ഗംഭീരമായി 15,000 പേരോളം സദ്യ, അതായത് വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 3 മണി വരെ നീണ്ടു നിൽക്കുന്ന രീതിക്കുള്ള സദ്യയാണ് നടക്കുന്നത്. വിഭവസമൃദ്ധമായി ഒരു ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. നമ്മുടെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാ സഹായത്തോടും വളരെ ഭംഗിയായി തന്നെ അത് നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. ശിവരാത്രി ദിവസം ഭക്തർക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഒരുക്കുന്നത്? ശിവരാത്രി ദിവസം ഞങ്ങളിവിടെ സദ്യയ്ക്കൊപ്പം തന്നെ 10 മണിക്ക് സദ്യ ആരംഭിക്കുന്നത് തന്നെ ഇവിടെ നമ്മുടെ സ്റ്റേജിൽ ഗാനമേള ആരംഭിക്കും.
അതായത് ഒരുപാട് തിരക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ അവർക്ക് ഗാനമേള ആസ്വദിച്ച് ഇവിടെ നിൽക്കാം. അവിടെ നമ്മുടെ പന്തലിൽ ഒഴിവ് വരുന്നതനുസരിച്ച് ആൾക്കാർക്ക് വന്ന് പോകുന്നതിനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ രാവിലെയുള്ള പൂജയ്ക്കും വൈകുന്നേരമുള്ള പൂജയ്ക്കും എല്ലാവിധ സംവിധാനങ്ങൾക്കും വേണ്ടി വാളണ്ടിയേഴ്സിനെയും മറ്റ് പോലീസും മറ്റ് സംവിധാനം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതുവരെയും യാതൊരു പ്രശ്നമില്ലാതെ നടത്തി പോകാൻ കഴിയുന്നുണ്ട്. ഭക്തജനങ്ങൾ ഒരുപാട് പേർ എത്താറുണ്ടല്ലേ? ധാരാളം ഭക്തജനങ്ങൾ ഉണ്ടാവുന്നു. തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാസങ്ങളിലും ആഴ്ചകളിലും നടക്കുന്നതിനെക്കാട്ടി ശിവരാത്രി ദിവസം അഭൂതപൂർവമായ തിരക്കാണ്. ഇവിടെ വോളണ്ടിയേഴ്സ് ആൾക്കാരെ നിയന്ത്രിക്കുന്നതിന് വാഹനം പാർക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ പോലും വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് പാർക്കിങ്ങിന് വേണ്ടി മാത്രം. അത്രയ്ക്കും ആൾ വന്ന് കൂടുന്ന ഒരു സംവിധാനം. മഹാദേവ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഈ കോട്ടുകുന്നം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് ഒരു ഭക്തൻ എന്ന നിലയ്ക്കൊന്ന് പറയാമോ? നമ്മൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, തിങ്കളാഴ്ച വ്രതം നോക്കുന്ന അത് നമ്മുടെ അനുഭവത്തിൽ ഉള്ള കാര്യമാണ്. നമ്മൾ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നിത്യവും ഈ പൂജകൾ ചെയ്തു വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു ഇതുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മുടെ നാട്ടുകാരും അതായത് വളരെ വിദൂര ദേശങ്ങളിൽ പോലും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, ഇവിടെ ദർശനം നടത്തുന്നതിനും പൂജകളും മറ്റും കഴിക്കുന്നതിനും. കോട്ടുകുന്നം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്ന ശ്രീകണ്ഠൻ അവർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്ന് ഉപദേശ സമിതിയൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് അമ്പലങ്ങളിലൊക്കെ ഉത്സവമുണ്ട്, പക്ഷെ നമുക്കിവിടെ ഉത്സവമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ജാതി മതത്തിന് അതീതമായി എല്ലാവരുടെ കൂട്ടായ്മ കൊണ്ട് ഇവിടെ ഉത്സവം നടത്തിയാണ്. ആ ഉത്സവത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയുടെ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം വന്ന കമ്മിറ്റികളും ഇതെല്ലാം കൂടെ വരുന്നു. നമ്മൾ ഉത്സവം നടത്താത്തിരുന്ന സ്ഥലത്ത് ഉത്സവം നടക്കണമെന്നും അതിൻ്റെ ഭാഗമായി വികസനം നടക്കണമെന്നും പുരോഗതി ഉണ്ടാവണമെന്നുമുള്ളൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് മറ്റേ ഹിന്ദു മതവിശ്വാസിയെന്നോ ക്രിസ്ത്യൻ മതവിശ്വാസിയെന്നോ മുസ്ലിം മതവിശ്വാസിയെന്നോ വേർതിരിവില്ലായിരുന്നു. അതെ, നാടിന്റെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മുടെ ക്ഷേത്രത്തിന്റെ പല വികസനങ്ങൾക്കും സ്റ്റേജ് കെട്ടാൻ സ്ഥലം തന്നത്, അതുപോലെ ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി കമ്പി തന്നവർ, സിമന്റ് തന്നവർ എന്നും ഈ ക്ഷേത്രത്തിൽ വന്ന് ആചാരത്തിൽ പങ്കെടുക്കുന്നവരൊന്നുമല്ല. പക്ഷെ അവരുടെ വലുതെന്തായിരുന്നു? നമ്മുടെ നാടിന്റെ പുരോഗതി. ആ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ കോട്ടുകുന്നത്തിനുണ്ട്. അതിനുശേഷം വന്ന കമ്മിറ്റി ഇപ്പോൾ ഒന്ന് തുടങ്ങി വെച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റും, കുറഞ്ഞു ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഉത്സവം നടന്നു, ഏറ്റവും നല്ല ഗാനമേള നടന്നു. അപ്പം അതിനൊക്കെ ആദ്യമായിട്ട് അപ്പം അതിൻ്റെ ഇത് വന്നിട്ട് ഇപ്പം തന്നെ നമ്മൾ വന്നിട്ട് പകല് ഗാനമേള നടക്കുന്ന, സദ്യയുമായി ബന്ധപ്പെട്ട് പകല് പാട്ടും കൂത്തും നടക്കുന്ന ഒരു അമ്പലം എന്ന് പറയുന്നത് നെല്ലനാട് പഞ്ചായത്ത് ഇതേ ഉള്ളൂ. അത് നമ്മളുടെ ഒരു അഭിമാനമായിട്ട് അഹങ്കാരമായിട്ട് ഞങ്ങൾ അഹങ്കാരമായിട്ട് കാരണം ഞങ്ങളുടെ കോട്ടുന്നത്തുകാരൻ്റെ അഹങ്കാരമാണത്. പകല് ഗാനമേള നടത്തി ഭക്ഷണം കൊടുക്കുന്നു, ഉണ്ടിട്ട് വന്ന് പാട്ട് കേൾക്കാൻ കഴിയുന്നു, അത് ഞങ്ങളുടെ അഹങ്കാരമാണ്. ഈ നെല്ലനാട് പഞ്ചായത്തിൽ ഒരുപാട് ശിവക്ഷേത്രങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ആ ഒരു ശിവക്ഷേത്രങ്ങൾ വേറെ ഒന്നുമില്ല. അതെ, അപ്പൊ ആദ്യമായി അത് തുടങ്ങാൻ വേണ്ടി ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, അത് വലിയ കാര്യമാണ്. അപ്പം അത് തുടങ്ങിയത് ഞങ്ങൾ ഇന്ന് വരെ കുറച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ അഹങ്കാരം ഞങ്ങളുടെ കാലം വരെ വന്ന പുതിയ ആൾക്കാർ അവർക്കും അത് തന്നെ തുടരേണ്ടി വരും. ഇന്ന് വരെയുള്ള എന്തെങ്കിലും അപൂർവമായ ആചാരങ്ങളും അല്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്? ഇല്ല, അന്ന് വരുമ്പോഴേ ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് ഉത്സവമായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈക്ക് സെറ്റ് ഇല്ലായിരുന്നു, അമ്പലത്തിൽ മൈക്ക് സെറ്റ് ഇല്ല. അപ്പം അവിടെ വന്ന് ഞങ്ങൾക്ക് മുന്നേ ഉള്ള, ഇപ്പോഴല്ല, ഞങ്ങൾക്ക് മുന്നേ ഉള്ള 1-2 പേര് ഭീമ സൗണ്ട് എന്നും പറഞ്ഞ് 2 ഹാൺ എടുത്തോണ്ട് വയ്ക്കും. അപ്പം അന്ന് വന്നിട്ട് ആ ഭീമ സൗണ്ടിൻ്റെ ഹാൺ കൊണ്ടുവച്ചിട്ട് ഒരു വിളക്ക് നടത്തുന്ന ഒരാളിൻ്റെ നിന്ന് പൈസ വാങ്ങിക്കണം. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പാസി, ഒരു ബോബൻ. അപ്പോൾ പുള്ളിയൊക്കെ അന്ന് ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ താമസിച്ചിരുന്നവരാണ്. അപ്പം അവർ പോയിട്ട് മൈക്ക് സെറ്റിന് വേണ്ടി, എന്ന് വെച്ചാൽ പാട്ട് കേൾക്കണമല്ലോ, ജനത്തെ അറിയിക്കണമല്ലോ. അങ്ങനെ വരുമ്പം വെഞ്ഞാറമുട്ടിലെ ഭീമ സൗണ്ടിൽ നിന്ന് ഒരു 2 ഹാൺ എടുത്തോണ്ട് പോയി. ആ ഹാണിന് 25 രൂപ വെച്ച് നമ്മുടെ വിളക്ക് നടത്തുന്നവർ വാങ്ങിക്കും. അങ്ങനെയാണ് ആദ്യമായി ഈ അമ്പലത്തിൻ്റെ ശബ്ദം പുറത്തറിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് കമ്മിറ്റികൾ വന്നപ്പോൾ മൈക്ക് വാങ്ങിക്കണമെന്ന് തോന്നി.
ഇപ്പം നമുക്ക് സ്വന്തമായി മൈക്ക് വാങ്ങി, സ്വന്തമായി മൈക്ക് വാങ്ങണമെന്ന് തോന്നിയതിന് ശേഷം വന്നിട്ട് അമ്പലം പുരോഗതിക്കണമെന്ന് തോന്നി. അപ്പോൾ അമ്പലം പുരോഗമിച്ചു. പിന്നെ വന്ന കമ്മിറ്റികൾ ഏറ്റവും നല്ലതായിരുന്നു, ഒരു കമ്മിറ്റിയും മോശപ്പെട്ടതല്ലായിരുന്നു എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. പിന്നെ വന്ന ഐക്യം അല്ല, ഇവിടുത്തെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കോട്ടുകുന്ന് ശിവക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വലിയ ഐക്യമുണ്ട്. പൈസ തരത്തില്ലെന്നൊക്കെ പറയും, പിന്നെ അതുപോലെ തന്നെ ഓടിപ്പോകുന്നവൻ്റെ അടുത്ത് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കും. ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൻ്റെ ഉറപ്പ് വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ജീവനക്കാരനായിരുന്ന നമ്മുടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനെ മണിയൻ എന്നും പറഞ്ഞ ഒരാൾ ഇവിടെ ജീവനക്കാരനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ജീവനക്കാരൻ്റെ കൂടെ ഇരുന്ന് വെള്ളമടിക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്ക് പങ്കെടുത്തിരുന്ന ഒരു ലക്ഷ്മണനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ ചുറ്റുമതിലോ ചുറ്റമ്പലങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ഈ മറ്റ് ക്ഷേത്രങ്ങളൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കാലാവസ്ഥ. അപ്പോൾ അന്ന് ഈ നമുക്കിവിടെ ഒരു ശിവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായുള്ളൊരു കാളയുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ചെന്ന് നോക്കുമ്പോൾ കാണാം ശിവൻ്റെ ഒരു ഇതാണെന്ന്. പക്ഷെ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് നടകാളയെ ഞാൻ നിന്നെ നയിക്കും എന്ന വാശിയോടുകൂടി കാളയെ ഓട്ടിച്ച രണ്ടുപേരുടെ ഉണ്ട്. ഒരാൾ മരണപ്പെട്ടു പോയി, ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായിരുന്നു. അയാൾ പെൻഷനാവാൻ കഴിയാതെ, യാതൊരു ആനുകൂല്യവും വാങ്ങാൻ കഴിയാതെ, മക്കൾക്കൊരു സഹായം പോലും ചെയ്യാൻ കഴിയാതെ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ കുറ്റൂർ അമ്പലത്തിൻ്റെ അവിടെ വെച്ചൊരു ഉത്സവത്തിന്, എന്ന് വെച്ചാൽ നമ്മുടെ വലിയ അമ്പലമാണത്, അവിടുത്തെ ഉത്സവത്തിൽ വണ്ടി ഇടിച്ച് മരണപ്പെട്ടു പോയി. പക്ഷെ മരണപ്പെട്ടു പോയ ആളിന് സഹായങ്ങൾ കൊടുക്കണമെന്ന പക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അയാളെ ജീവിതം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആൾ, അയാൾ ഇന്ന് ഒരു കൊച്ചുകുട്ടിയേക്കാളും കാര്യം ഒരു 10 വയസ്സ് പോലും പ്രായമുള്ള ഒരാളിൻ്റെ പോലും ബോധവും ഓർമ്മയും ഇല്ലാതെ ഒരു മനുഷ്യനായി ഇവിടെ തെക്ക് വടക്കാൻ നടക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ശിവൻ്റെ കാളപ്പുറത്ത് കയറി ഇരുന്ന് നടകാളയെ എന്ന് വെല്ലടിച്ചവൻ നടക്കാൻ വയ്യാത്ത കാളയായി ഇവിടെ നടന്നിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൈവമായി, ഏറ്റവും വലിയ ആചാരമായി, ഏറ്റവും വലിയ അംഗീകാരമായി ഇവിടുത്തെ മതേതരത്വത്തിൻ്റെ കൂട്ടായ്മയായി. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനൊന്നുമില്ല, ഞങ്ങളെല്ലാം ഒന്നാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കോട്ടുകുന്ന് ശിവക്ഷേത്രത്തിൻ്റെ പുരോഗതിയാണ്. ആ പുരോഗതിക്ക് ഞങ്ങൾക്ക് ഇനി വേണ്ടത് ഒരു ഓഡിറ്റോറിയമാണ്. പഴയ സെക്രട്ടറി അതിനെക്കുറിച്ച് പറയും. ശ്രീകണ്ഠൻ പറഞ്ഞു, ഇനിയുള്ളത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഭാവിയിലെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ബഹുമാനപ്പെട്ട MLA ശ്രമഫലമായി ദേവസ്വം ബോർഡിൽ നിന്ന് ഇപ്പോൾ ഒരു സെമി പെർമനൻറ്റ് ഷെഡ് അനുവദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തറ ഇടുന്നതിനുള്ള സംവിധാനം അദ്ദേഹം തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതിപ്പോൾ ടെൻഡറായി ഉടൻ തന്നെ നടക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ ചെറിയ വിവാഹങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട്, പാവപ്പെട്ട കുട്ടികളുടെ വിവാഹങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ഒരു സംവിധാനം കിട്ടി, പക്ഷേ ഇനി ആഹാരം കൊടുക്കുന്നുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ നമുക്കൊരു ഒരു ചെറിയൊരു ഓഡിറ്റോറിയം അത്യാവശ്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ പൊതുജനങ്ങളുടെയും നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും വികസിച്ചത്. പഴയ ഒരു ക്ഷേത്രമായിരുന്നു, അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ പൊതുജനങ്ങളുടെ നിസ്സീമമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രം. നമസ്കാരം. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതി പ്രകാരം നിങ്ങൾക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ കോട്ടുകുന്നം മഹാദേവ ക്ഷേത്രം എൻ്റെയും കൂടെ സ്വന്തം സ്ഥലമാണ്. കാരണം ഞാൻ ഇവിടെയാണ് കളിച്ച് വളർന്നതും മുന്നോട്ട് ഇന്ന് ഈ നിങ്ങൾ കാണുന്ന VMTV ന്യൂസും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ഗ്രാനൈറ്റ്, വിഘ്നേശ്വര മോട്ടോഴ്സ്, ഇതെല്ലാം ഈ ഒരു ഭഗവാന്റെ കടാക്ഷം കൊണ്ടുണ്ടായതും കൂടിയാണ്. എന്തായാലും നമ്മുടെ നാട്ടുകാർ ഞങ്ങളോടൊപ്പമുണ്ട്. അവരോട് ചോദിക്കാം എന്താണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു അനുഭവം എന്താണ്. നമ്മുടെ തലമുതിർന്ന ആൾ മാധവൻ അളം തന്നെ ഞങ്ങളോടൊപ്പമുണ്ട്. ഒന്ന് ചോദിക്കാം. അണ്ണാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു വിശ്വാസത്തിനെ കുറിച്ചാണ് ഒന്ന് പറഞ്ഞാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ മഹാദേവർ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇവിടെ ഒരു വിശ്വാസമാണ്. ഇവിടെ പിന്നും വരണം എന്നുള്ളൊരു തോന്നൽ വരും. അത് അസുഖം പിടിച്ച് വന്നവരായാലും, ഒരു വിവാഹം കഴിക്കാൻ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നായാലും ഇവിടെ വന്ന് തൊഴുതിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ പൂർണ്ണമാണ്. ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗാർത്ഥിയായാലും, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നവരായാലും, ഒരു ജോലിക്ക് വേണ്ടി പോകുന്നവരായാലും, എന്തിനും 100% കോട്ടുകുത്ത് മഹാദേവരെ അമ്പലത്തിൽ വന്ന് തൊഴുതാൽ അത്
ഫലപ്രദമായിരിക്കും. അപ്പം തന്നെ ഇതിന്റെ ഒരു കാലപ്പഴക്കത്തിനെ കുറിച്ചുള്ളൊരു അതിനെക്കുറിച്ച് പൂർവികർ പറഞ്ഞെന്തെങ്കിലും അണ്ണനും അറിയാമോ? എൻ്റെ പൂർവികരെ പറഞ്ഞതനുസരിച്ച് പരശുരാമ സ്വാമിയുടെ പ്രതിഷ്ഠ എന്നാണ് എൻ്റെ അറിവ്. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതാണെന്ന് നമുക്കറിയില്ല. എൻ്റെ അറിവ് അങ്ങനെയായിരുന്നു. അന്ന് ഈ അമ്പലം ഇത്ര വലുതും അല്ലായിരുന്നു. എൻ്റെ അറിവിന് ശേഷമാണ് ഈ അമ്പലം ഈ വലിയ അമ്പലമായി മാറിയതും അതിനുശേഷമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അനുഭവങ്ങളുള്ളവർ നിരവധിയാണ്. നേരത്തെ നിങ്ങൾ പലരിൽ നിന്നും ഇവിടുത്തെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടതാണ്. അവരെല്ലാം നമ്മളോടൊപ്പം ഉണ്ടല്ലേ ചേട്ടാ? നമ്മളെല്ലാവരും ഉണ്ട്. നമുക്കെല്ലാ അനുഭവമാണ് ഏറ്റവും വലുത്. ഈ അമ്പലത്തിന്റെ ഒരു കാര്യമായിട്ട് ഒരു പിരിവിന് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇതിന് പോയിട്ട് ഒരു പിരിവിന് വേണ്ടി അമ്പലത്തിന്റെ ഒരു നോട്ടീസ് ജനങ്ങളിൽ എത്തിച്ച ഒരാളാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത്ര വേറെ നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ ഇത്രയും പുരോഗതിയും വികസനവും ഒക്കെ വന്നത്. നിങ്ങൾ പണ്ട് വരണ സമയത്ത് ഇതിന് ചുറ്റുവട്ടം നമുക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ജാതി മതങ്ങൾക്കതീതമായി മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ടാണ് ഈ അമ്പലം അറിയുന്നത്. തന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് മുന്നിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം രവികുമാർ സാറ്. സാറിനെയും ഞങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടുവരികയാണ്. സാർ, എങ്ങനെ നമ്മുടെ ഇവിടുത്തെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നാട്ടുകാരുടെ സമ്പൂർണ്ണമായ സഹായം എല്ലായ്പ്പോഴും ഉണ്ട്. സാമ്പത്തികമായിട്ടായാലും ആൾ സഹായമായാലും എല്ലാത്തിനും ഒരു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹോദരങ്ങളെ പോലെ നിന്ന് നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് 10,000-10,000-ഓളം ആൾക്കാർ കഴിക്കുന്ന ഒരു സദ്യയുണ്ട്. അവിടെ നാനാമതസ്ഥർ വന്നു നിന്നാണ് എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രം ഇത്രയും വികസിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. ഇനിയും നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ നിൽക്കും. ഏതറ്റം വരെയും നമ്മളിതിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിൽക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ ആ സമയമാകുമ്പോൾ നമ്മുടെ VMTV ന്യൂസിൽ നമ്മുടെ രവി സാറ് വിളിക്കും. ആ സദ്യയ്ക്കുള്ള എണ്ണ നിങ്ങൾ VMTV ന്യൂസിൻ്റെ വകയായിട്ട് തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് എന്നെ വിളിക്കും. അപ്പോൾ ആ ഒരു വിളി ഞാനും കാത്തിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ അത്രത്തോളം നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെയായി ഒരു ഫോൺ നമ്പർ കൊടുക്കും. ആരെങ്കിലും സംഭാവന കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സംഭാവന നൽകണം. പരശുരാമൻ പ്രതിഷ്ഠിച്ച ഈ മഹാദേവ സന്നിധിയിലെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ശാന്തി തേടുന്നവർക്ക് ശ്രീ കോട്ടുകുന്നം മഹാദേവ ക്ഷേത്രം വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായവർ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു പുണ്യകേന്ദ്രവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.